ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനം നൽകാനുള്ള തീരുമാനവും തീവെട്ടിക്കൊള്ള നടത്തുന്ന സംഘം ഹൈജാക്ക് ചെയ്യുമെന്ന് BJP നേതാവ് N. ഹരി. സദ്യയുടെ മറവിൽ അടുത്ത വലിയ തട്ടിപ്പിന് കളമൊരുങ്ങുകയാണ്. ശബരിമലയിൽ സമർപ്പണ മനോഭാവത്തോടെ നിരവധി സന്നദ്ധ സംഘടനകൾ അന്നദാനം നടത്തിയിരുന്നു. ശബരിമലയെ കേന്ദ്രീകരിച്ച് ഉപജാപക സംഘത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി യൂണിയൻ പിരിച്ചുവിടാനുള്ള ആർജവം CPM സംസ്ഥാന സെക്രട്ടറി കാണിക്കണമെന്നും N. ഹരി ആവശ്യപ്പെട്ടു. വേറൊരു കാര്യം കേട്ടു, ഇനി നിങ്ങൾ ശബരിമല വരുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം കൊടുക്കാം. അന്നദാനം എങ്ങനെ? സദ്യ, കേരളീയ സദ്യ, ഇലയിട്ട് പായസം, പഴം, പ്രഥമൻ കൂട്ടി കൊടുക്കുക. സന്തോഷം. എത്ര പേർക്ക് നിങ്ങൾ ഇലയിട്ട് ഈ കോടാനുകോടി അയ്യപ്പന്മാർക്ക് കൊടുക്കും? നിങ്ങൾക്കറിയാമല്ലോ, പച്ചക്കറി വിവാദം തൊട്ട് എത്രയോ വിവാദങ്ങളാണ് ഈ അന്നദാനത്തിലുണ്ടായത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ അന്നദാനത്തിൽ നടക്കുന്നുള്ള അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അടുത്ത അഴിമതിയുടെ മറ്റൊരു മുഖം തുറക്കുകയാണ്. അത്തരത്തിൽ താങ്കൾ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ കൂടെ നിൽക്കുന്ന ഉപജാപ വൃന്ദത്തെ മാറ്റുകയും ഈ CPMൻ്റെ ഗോവിന്ദമാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ ആ യൂണിയൻ പിരിച്ചുവിടുകയും നിങ്ങളുടെ നേതാക്കന്മാർ ഈ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്താൽ യാതൊരു സംശയവും വേണ്ട, ഭാരതത്തിലെ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറാൻ പോവുകയാണ്. നിങ്ങളുടെ യൂണിയൻ പിരിച്ചുവിടണം. നിങ്ങളുടെ ആ കള്ളന്മാരെയും കൊള്ളക്കാരെയും മുഴുവൻ ഈ ശബരിമല സന്നിധാനം മുതൽ എല്ലാ ബോഡിയിൽ നിന്നും പ്രധാന തസ്തികകളിൽ നിന്നുള്ള ഇത് മാറ്റണം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യേണ്ടതാണ്. ജയകുമാർ സാർ ഓർത്തിരുന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ താങ്കളും ഇതുപോലെ തന്നെ അറിയാതെ, ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് മാത്രമാണ് പറയാനുള്ളത്.